കട്ടപ്പന നഗര മധ്യത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന ബൈപ്പാസ് റോഡായ കുന്തളംപാറ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാത തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിലും റോഡ് വീണ്ടും പൊളിയുന്ന സ്ഥിതിയാണുള്ളത്. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡാണ് കുന്തളംപാറ മാർക്കറ്റ് റോഡ്. ബസ് സ്റ്റാൻഡിൽ നിന്നും കുമളി നെടുങ്കണ്ടം ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഒപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കടന്നു പോകുന്നതും ഇതുവഴി തന്നെ. നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതും മാർക്കറ്റുമായി ബന്ധിപ്പിക്കുന്നതും എളുപ്പമാർഗത്തിൽ ടൗണിലേക്ക് എത്താൻ സാധിക്കുന്നതുമായ പാത ഇപ്പോൾ തീർത്തും ശോചനീയാവസ്ഥയിലാണ്. പാതയിൽ നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രധാന റോഡായ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങി പോകുന്ന വഴി ശോചനീയാവസ്ഥ ഭയങ്കരമായിട്ടും കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുന്തളംപാറ റോഡ് പ്രധാനപ്പെട്ട റോഡാണ്. ബസ്സുകളും അതുപോലെ തന്നെ ഭൂരിഭാഗം വണ്ടികളും നമ്മുടെ ഈ ബൈപ്പാസ് വഴിയാണ് വണ്ടി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതുപോലുള്ള കുഴികൾ കാരണം നഗരസഭ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള കുഴികൾ അടച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുടെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന്റെ വശങ്ങളിലെ ഓടയുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മഴ പെയ്യുന്നതോടെ പാത ചെളിക്കുണ്ടായി മാറും. പാതയുടെ വിവിധയിടങ്ങളിൽ ടാറിംഗ് ഇളകി മാറി ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇതിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും പ്രതിസന്ധിയാകുന്നു. മുൻപ് കുഴികൾ അടയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഇവ വീണ്ടും പൊട്ടിപ്പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ റോഡിന്റെ വീതിക്കുറവും മറ്റൊരു പ്രതിസന്ധിയാണ്. ടൗണിനുള്ളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.